ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കറികളൊന്നും ആവശ്യമില്ല, ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇതിൻ്റെ തൊലി ഭാഗത്തൊരു മുള്ളു പോലെ കാണുന്ന വെജിറ്റബിൾ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിത് പച്ചക്കായ വെച്ചിട്ടും വെള്ളരി വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു കറി. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ പൊട്ടിക്ക കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ളത് പരിപ്പാട്ടോ. നമുക്ക് ഏത് തരത്തിലുള്ള പരിപ്പ് ആണെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കുക്കറിലേക്ക് അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാള കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് കൂടുതൽ നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതാ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് പച്ചമുളക് കേട്ടോ. നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചെറിയൊരു പീസ് പുളിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ളത് മതി, ഒരുപാട് വലുപ്പമുള്ളതൊന്നും വേണ്ട, ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 6 പീസിലൊന്ന് അടുപ്പിച്ചെടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 പീസിൽ എന്തായാലും നമ്മളിത് അടുപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ പൊട്ടിക്കയും പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 6 പീസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ നമ്മളെ പൊട്ടിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഇതാ പൊട്ടിക്കയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കണ്ടേ. ഇനി നമ്മളിത് നന്നായിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് കടുക് കേട്ടോ. ഒരു 1/2 ടീസ്പൂണും കടുക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകവും നന്നായിട്ട് ചൂടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചുവന്ന മുളക് കേട്ടോ. അപ്പോൾ ഒരു 3-4 ചുവന്ന മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയേ. അത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്ന ആ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിൽ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. ആകെ നമുക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞളും മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പും നമ്മളെ പൊട്ടിക്കൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ അരച്ചിട്ടൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചോറിനോട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ലല്ലോ. നമ്മളിതിൽ തേങ്ങ അരവൊന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനോട് ഇതൊന്നും മാത്രം മതി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.